വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇർഷാദുൽ ഇബാദ് ക്ലാസ് 57. നിസ്കാരത്തെ പ്രതിപാദിക്കുന്ന ഹദീസുകളും അതിനോടനുബന്ധമായിട്ടുള്ള ചില ഹിക്കായത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി തംബീഹാത്തും ചില ഉണർത്തലുകളാകും, ചില നോട്ട്സ്, ആ നിസ്കാര സംബന്ധിയായ നമ്മളെ വിഷയത്തോടനുബന്ധിച്ചുള്ള ചില കർമ്മശാസ്ത്ര നിയമങ്ങളാണ് 3 തംബീഹുകളായിട്ട് ഇവിടെ പറയുന്നത്. അഹദുഹ, അതിലൊന്ന് അന്ന ഇഖ്റാജ സ്വലാത്തി അൻ വഖ്തിഹാ ബിലാ ഉദ്രിൻ മിൻ അക്ബറിൽ കബാഇറിൽ മുഹ്ലിക. അന്ന ഇഖ്റാജ സ്വലാത്തി അൻ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ വക്തിനെ തൊട്ട് പുറപ്പെടുവിക്കുക, നിസ്കാരം ഖളാ ആക്കുക എന്നുള്ളത്, ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ നിസ്കാരം ഖളാ ആക്കുക, മിൻ അക്ബറിൽ കബാഇറിൽ മുഹ്ലിക, മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന വൻദോഷത്തിൽപ്പെട്ടതാകുന്നു. അപ്പോൾ നിസ്കാരം ഖളാ ആക്കുന്നത് ചെറുദോഷമല്ല, വലിയ ഗൗരവമുള്ള മാരകമായ വൻദോഷമാണ് നിസ്കാരം വഖത്തിനെ തൊട്ട് പുറപ്പെടുവിക്കുക എന്നുള്ളത്. നിസ്കരിക്കാതിരിക്കുക എന്നല്ല, നിസ്കാരം ഖളാ ആക്കുക എന്നുള്ളത്. അപ്പോൾ മഗ്രിബിൻ്റെ വക്തിനെ തൊട്ട് പിന്തിക്കുക, സുബ്ഹിൻ്റെ വക്തിനെ തൊട്ട് പിന്തിക്കുക, ഖളാ ആക്കുക, ഇത് അങ്ങേയറ്റം നാശകാരിയായ വൻദോഷമാകും. ഉദ്റില്ലാതെ, ഉദ്ർ എന്നുള്ളത് എന്താണ്? ഉദ്ർ എന്നുള്ള ആ വക്കത്തിൽ മുഴുവനായിട്ടും തീരെ സ്വബോധമില്ലാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ളുഹറിൻ്റെ വക്കത്ത് തുടങ്ങും മുന്നേ ഉറങ്ങിയതാണ്, അസുറിൻ്റെ വക്കത്ത് തുടങ്ങിയതിന് ശേഷമാണ് എന്താകുന്നത്, എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ ളുഹറിൻ്റെ വക്കത്ത് മുഴുവനും മുസ്തഗ്രിഖത്തായിട്ട് മുഴുവനായിട്ട് എന്തായി ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഓനോട് തൊലബില്ലല്ലോ. അപ്പോൾ അതാണ് ഉദ്ർ. ഇല്ലെങ്കിൽ എന്താണ്, മറന്നുപോയി, പൂർണ്ണമായ ആ വക്കത്തിൽ തീരെ ഓർമ്മയില്ല. അപ്പോൾ നായിമിനോടും അതുപോലെ തന്നെ നാസിനോടൊന്നും ഈ രൂപത്തിൽ നിസ്യാനോ നോമോ സംഭവിച്ചവനോട് തൽക്കാലം അന്നത്തെ ആ വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ തക്ലീഫില്ല. അവർ ഖളായതിന് അവർക്ക് ഉദ്റുണ്ടെന്ന് പറയാം. അപ്പോൾ അക്ബറുൽ കബായിറിൽ പെട്ടതാണ് കാരണമില്ലാതെ നിസ്കാരം വിധിക്കുക എന്നുള്ളത്. ഫയജിബു, അപ്പം എന്താ ചെയ്യേണ്ടത്? അങ്ങനെ നിസ്കാരം ഖളാ ആയവൻ എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ ഖളാ വീട്ടണം. ഉടനെ തന്നെ ഖളാ വീട്ടണം. ളുഹർ ഖളാ അങ്ങനെ ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്താകണം, ആ എപ്പോഴാണോ അവൻ എന്താകുന്നത്, ആ ഖളാ ആയതിന് ശേഷമായാലും, ഇനി ഏതായാലും ഖളാ ആയാലും ഇനി മഗ്രിബിന് സമയത്ത് വീട്ടാം, വലിയ സമയം കിട്ടുമ്പോൾ ഒന്നിച്ച് നിസ്കരിക്കാം, അത് പാടില്ല. ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. സുബ്ഹ് ഖളാ ആയാൽ ഉടനെ തന്നെ, ഇനി ളുഹറിൻ്റെ ഒന്നിച്ച് വെയ്യ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ പാടില്ല. ഉടനെ തന്നെ അതാ പറഞ്ഞു, ഫയജിബു അലാ മൻ ഫവ്വതഹ, അത് നഷ്ടപ്പെടുത്തിയവനിക്ക് നിർബന്ധമാണ്, ബിഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ നഷ്ടപ്പെടുത്തിയവനിക്ക് അൽ ഖളാഉ ഫൗറൻ, ഉടനെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ എന്ത് വേണം, മറ്റുള്ള പണികൾ എടുക്കണ്ടേ? ഖളാ വീട്ടുന്ന സമയത്ത് ഒരുപാട് നിസ്കാരം ഖളാ വീട്ടണമെന്ന് കൂട്ടിക്കോ, ഒരുപാട് നിസ്കാരം ഖളാ വീട്ടാനുണ്ട് ഒരാൾക്ക്. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമയം മുഴുവനും ഖളാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണം. മറ്റു മാലാബുദ്ധയായ അവനിക്ക് നിർബന്ധ ആവശ്യമായ പണികൾ ഒഴിച്ചിട്ട്. അപ്പോൾ അവനിക്ക് എന്താവണം, കുളിക്കണം, കക്കൂസ് പോകണം, അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിന് നിർബന്ധമായ ആവശ്യങ്ങളൊക്കെ വീടണം, ഉറങ്ങണം, നിർബന്ധമായ ഉറക്ക്, ആവശ്യമായ ഉറക്ക്, അതുപോലെ തന്നെ അവൻ്റെ കുടുംബം പട്ടിണിയാണെങ്കിൽ ആവശ്യമായ രീതിയിൽ ജോലിയെടുക്കണം. ഇതൊക്കെ കഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ചിലവാക്കണം. അതാ പറയുന്നത്, വസ്വർഫു ജമീഉ സമനിഹി ലിൽ ഖളാഇ, സമയം മുഴുവനും ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് ചിലവാക്കണം. ഒരുപാട് നിസ്കാരം ഖളാ ഉള്ളവർക്ക് തൻ്റെ സമയങ്ങൾ മുഴുവനും എന്ത് വേണം, ഖളാ വീട്ടാൻ വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട്. മാ അദൽ വഖ്തല്ലദി യഹ്താജു ലിസ്വർഫിഹി ഫി തഹ്സീലി മാ അലൈഹി മിൻ മുഅനത്തി നഫ്സിഹി വഇയാലിഹി, അവൻ്റെ സ്വന്തം ചിലവോ കുടുംബത്തിൻ്റെ ചിലവിനൊടുക്കൽ നിർബന്ധമുള്ളവരുടെ ചിലവുണ്ടാവും, അവൻ്റെ ആശ്രിതരുടെ ചിലവ്, ഇങ്ങനെ ചിലവ് നേടിയെടുക്കാൻ ആവശ്യമായ സമയം ഒഴിച്ചിട്ട് ആ സമയത്ത് എനിക്ക് പണിക്ക് നിർബന്ധമായ പണിക്ക് പോകലാണെങ്കിൽ, പണിക്ക് പോയിട്ടില്ല എങ്കിൽ കുടുംബത്തിന് ചിലവുണ്ടാവില്ല, പട്ടിണിയായിപ്പോവും.
ആ രീതിയിലുള്ള പണിയാണെങ്കിൽ ആ പണിക്ക് പോകേണ്ട സമയം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സമയവും എന്ത് വേണം? നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അപ്പോൾ അവനൊരു പത്രം വായിക്കൽ ഹറാമാണ്, വെറുതെ ഇരുന്ന് മൊബൈൽ നോക്കൽ ഹറാമാണ്, മറ്റാരോടെങ്കിലും വർത്തമാനം പറയൽ ഹറാമാണ്, എല്ലാം ഹറാമാവും. കാരണം എനിക്ക് നിസ്കാരം ഖളാ വീട്ടാനുണ്ട്. ഉടനെ ഖളാ വീട്ടണം, കാരണമില്ലാതെ ഖളായ നിസ്കാരമാണ്. അപ്പോൾ ഒരാൾ കുറേ കാലം നിസ്കരിക്കാണ്ട് നടന്ന് ഏതൊരു മൊയിലാർക്കാൻ്റെ വൃത്തിയെല്ലാം കേട്ട് ഒരാൾ നന്നായി നിസ്കരിക്കാൻ ബാക്കിയുണ്ട്, കുറേ നിസ്കാരം ഖളാ ഉണ്ട്, എന്നാൽ ഉടനെ അയാൾ ഖളാ വീട്ടാനുള്ള പരിപാടി നോക്കണം. എന്ത് വേണം? നിസ്കാരം ഖളായവരൊക്കെ ചെയ്യേണ്ട രീതി ഇങ്ങനെ: വകമാ യഹ്റുമുൽ ഇഖ്റാജു അനിൽ വഖ്തി യഹ്റുമു തഖ്ദീമുഹ അൻഹു അംദൻ. നിസ്കാരം വക്തിനെ തൊട്ട് പുറത്ത് പോകുന്നത് പോലെ തന്നെ വക്തിന് മുമ്പേ നിസ്കരിക്കലും ഹറാമാണ്, മനഃപൂർവ്വം അങ്ങനെ നിസ്കരിക്കുന്നത് ഹറാമാണ്. അതും കൂട്ടത്തിൽ പറയാൻ ളുഹർ ഖളാ ആക്കുന്നത് പോലെ തന്നെയാണ് ളുഹറിൻ്റെ സമയത്തിന് മുന്നേ നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ നിസ്കാരം ആവില്ലല്ലോ. അങ്ങനെ നിസ്കരിക്കുന്നതും ഹറാമ് തന്നെയാണ്. സുബഹ് ലാസ്റ്റ് പരിപാടിയെല്ലാം തീരുമ്പോൾ സുബിഹാവാനായിട്ടുണ്ട്. അപ്പോൾ ഈ 4 മണി സമയത്ത് സുബിയും കൂടി അങ്ങ് നിസ്കരിച്ചിട്ട് ഉറങ്ങാം. സുബി ബാങ്ക് കൊടുത്തിട്ടില്ല, അപ്പം മുമ്പേ നിസ്കരിക്കാൻ കഴിയുമോ? ഇല്ല. മുമ്പ് നിസ്കരിക്കുന്നതും ഹറാം തന്നെയാണ്, അത് നിസ്കരിക്കാൻ കഴിയില്ല. സുബഹ് എന്നുള്ള പേരിൽ ആ വക്തിന് മുമ്പ് ആ നിസ്കാരം നടക്കൂല. പിന്നെ ഇനി രണ്ടാമത്തെ തംബീഹാണ് പറയാൻ പോകുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അന്ന സ്വലാത്ത തജിബു അവ്വലുൽ വക്തി വുജൂബ മുവസ്സാൻ. നിസ്കാരത്തിൻ്റെ വക്തിൻ്റെ ആദ്യത്തിൽ തന്നെ നിർബന്ധമാണ്. ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ഇവനക്ക് നിസ്കാരം നിർബന്ധമായി, ഇവൻ്റെ മേൽ ബാധ്യതയായി മാറി. അപ്പോൾ ഉടനെ തന്നെ നിസ്കരിക്കൽ നിർബന്ധമുണ്ടോ? വുജൂബ മുവസ്സാൻ, വിശാലമായ നിർബന്ധം. ആ വക്ത് തീരുന്നത് വരെ അതിന് സമയമുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കലോടുകൂടി നിർബന്ധമായി, സമയം കടക്കലോടുകൂടി നിർബന്ധമായി. പക്ഷെ ഉടനെ നിസ്കരിക്കൽ എന്ന് പറഞ്ഞാൽ അവനിക്ക് വിശാലമായ സമയമുണ്ട്. ആ വക്തിൽ എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിച്ചാൽ മതിയാവും. വിശാലമായ നിർബന്ധമാണ്. പക്ഷെ എന്ത് വേണം? അവൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കും എന്നുള്ളൊരു അസ്മ, ഒരു തീരുമാനം അവനിക്ക് ഉണ്ടാവണം. എന്നല്ലാതെ നിസ്കരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്തിക്കുകയാണെങ്കിൽ ആ പിന്തിക്കുന്നതും ഹറാമാണ്. ളുഹറിൻ്റെ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത സമയത്ത് ഓൻ എന്തായാലും ഇന്ന് ളുഹർ നിസ്കരിക്കണ്ട, ളുഹർ ഇനി ഇന്നത്തെ ളുഹർ അങ്ങ് വിട്ടേക്കാം, നിഷായിൻ്റെ സമയത്തായിട്ട് സമയം ഉണ്ടെങ്കിൽ നിസ്കരിക്കുക, ഇപ്പോൾ ഏതായാലും സമയമില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്താകുന്നത്? ഓൻ ളുഹർ നിസ്കാരം ഈ സമയത്ത് അവല് വക്തിൽ ഇങ്ങനെ നിസ്കരിക്കാതെ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാലും എന്തായി? ആദ്യം ആ നിയ്യത്തില്ലാത്തത് കൊണ്ട് പിന്തിച്ചത് ഹറാമായി മാറും. അതാ പറഞ്ഞു ഫലഹു. അപ്പോൾ അവനിക്ക് ജായിസാണ് തഖീറു അൻ അവലിഹി ഇലൽ വക്തിൻ ലാ വക്തിൻ യസഉഹ. അവനിക്ക് നിസ്കാരം വേണമെങ്കിൽ അവല് വക്തിൽ നിന്ന് നിസ്കരിക്കാൻ വിശാലമായ സമയം ഉണ്ടാകുന്നത് വരെ പിന്തിക്കാം. മാലം യദുന്ന ഫൗതഹ, അത് ഖളാ ആയിപ്പോവും, നഷ്ടപ്പെട്ടു പോകും എന്ന് ഭാവനയില്ലാത്ത കാലത്തോളം. അപ്പം നിസ്കാരം വക്തിനെ തൊട്ട് പുറത്തു പോകും, അസ്സലാമു അലൈക്കും എന്നുള്ളതിന് മീമെങ്കിലും വക്തിനെ തൊട്ട് പുറത്തു പോകാൻ പാടില്ല, അങ്ങനെ പിന്തിക്കാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് വക്തിലേക്ക് നീക്കി വെക്കാം, ജായിസാണ്. പക്ഷേ അവസാന വക്തിലേക്ക് നീക്കുന്നത് കറാഹത്താണ്. അവല് വക്തി നിസ്കരിക്കുന്നതിൻ്റെ മഹത്വം മറ്റൊക്കെ നമ്മൾ പറഞ്ഞു. ഫിഖ്ഹിയ മസ്അല പറയുകയാണ്, അവനിക്ക് അനുവദനീയമാണ്, ഹറാമില്ല. ആ വക്തിൽ എപ്പോഴെങ്കിലായിട്ട് നിസ്കരിച്ചാൽ മതി, കുറച്ച് കഴിഞ്ഞിട്ടും നിസ്കരിക്കാം, ജായിസാണ്. പക്ഷെ എന്തുണ്ട്? ബിശർത്തുൽ അസ്മി അലാ ഫിഅലിഹാ ഫീഹി. ആ വക്തിൽ തന്നെ ആ നിസ്കാരം നിർവഹിക്കുമെന്ന് അവനിക്ക് തീരുമാനമുണ്ടാവണം, ഉറച്ച മനസ്സിലുള്ള നിയ്യത്തുണ്ടാവണം എന്ന ഷർത്തോടുകൂടി, ആ നിബന്ധനയോടുകൂടിയാണ് അവനിക്ക് പിന്തിക്കൽ അനുവദനീയമാകുകയുള്ളൂ. ഇല്ല, അങ്ങനെ അല്ലാണ്ട് പിന്തിക്കുകയാണെങ്കിൽ ആ സ്വാബിത്ത് തഖീരി, ആ പിന്തിക്കൽ കൊണ്ടും അവൻ കുറ്റക്കാരനാവും. കമൻ നാമ ബിലാ ഗലബത്തിൻ, ആരെപ്പോലെ തന്നെ ഗലബത്തില്ലാതെ ഉറങ്ങി, അനിയന്ത്രിതമായ ഉറക്ക് വന്നിട്ട് ഉറങ്ങിപ്പോയാൽ വിഷയമല്ല. അതേസമയം വക്ത് കടന്നതിന് ശേഷം, ബാദ ദുഖൂലിൽ വക്തി, സമയം കടന്നതിന് ശേഷം ഗലബത്തില്ലാതെ കണ്ട് എന്തായി, ഒരാൾ കുറച്ചായിട്ട് എണീക്കാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയാൽ, ആ ഉറക്ക് എന്നിട്ട് നിസ്കരിക്കാണ്ട് വിട്ടുപോയാൽ, ഖളായി പോയാൽ അത് ഹറാമാകുന്നത് പോലെ തന്നെ. അങ്ങനെ ഉറങ്ങാൻ പാടില്ലല്ലോ. അതെ, ബഅദ ദുഖൂലിൽ വക്തി വഖബ്ല ഫിഅലിഹ, സമയം പ്രവേശിച്ചതിന് ശേഷവും
ആ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പും ഹൈസു ലം യളുന്നൽ ഇസ്തിഖാല ഉണരുമെന്ന് ഭാവന ഇല്ലാത്തപ്പോൾ ഖബല ദീഖിൽ വഖതി സമയം ഇടുങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ സമയം കിട്ടുന്ന ആ ഇടുങ്ങുന്ന ആ സമയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണരുമെന്ന് ഭാവന ഇല്ലാത്ത സ്ഥിതിയിൽ അവൻ ഉണരുമെന്ന് ഭാവനയില്ലാത്ത സ്ഥിതിയിൽ ഉറങ്ങുന്നത് ഹറാമാണ്. എന്നതുപോലെ തന്നെ ഔ ഈഖാലു ഗൈരിഹി ലഹു അല്ലെങ്കിൽ മറ്റൊരാൾ വിളിക്കും ഇവനെ ഉണർത്തും എന്ന് ഭാവനയില്ലാത്തപ്പോൾ ഉറങ്ങുന്നത് ഹറാമാണ്. വസാലിസുഹ മൂന്നാമത്തെ തംബീഹ്, 4 തംബീഹ് പറയുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ തംബീഹ് അന്ന ഫളീലത്ത് അവ്വലിൽ വഖതി, അവ്വൽ വഖത്തിന്റെ ഫളീലത്ത് ഇനി പറയാൻ പോകുന്നത് നിസ്കാരത്തിന്റെ അവ്വൽ വഖത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. ഈ അവ്വൽ വഖത്ത് എത്ര വരെ ഉണ്ട്? ബാങ്ക് കൊടുത്തിട്ട് എത്ര മിനിറ്റ് വരെയാണ് ഈ അവ്വൽ വഖത്ത്? അരമണിക്കൂറോ 1 മണിക്കൂറോ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്? ആ പറയും. ബാങ്ക് കൊടുത്ത ഉടനെ അവൻ നിസ്കാരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെടുക, wudu എടുക്കുക, കുളി നിർബന്ധമാണെങ്കിൽ കുളിക്കുക, എന്നിട്ട് ഔറത്ത് മറക്കുക, സുന്നത്ത് നിസ്കരിക്കുക പോലത്തെ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ട സമയം ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് എന്താക്കുക? പിന്നെ ഫർദ് നിസ്കാരത്തിലേക്ക് കടക്കുക. അപ്പം നിസ്കാരത്തിന് ഒരുങ്ങാൻ എത്ര സമയമാണോ സാധാരണഗതിയിൽ വേണ്ടി വരുന്നത്, എന്നിട്ട് ഫർദ് നിസ്കാരം നിർവഹിക്കുക. ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ഫർദ് നിസ്കാരത്തിലേക്ക് കടക്കുക എന്നതാ. എന്നാൽ അവ്വൽ വഖ്തിൽ നിസ്കരിച്ചവനായിട്ട് പരിഗണിക്കപ്പെടും. അല്ല അതിനേക്കാളും പിന്തിച്ചാൽ അവ്വൽ വഖ്ത് നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ സാധാരണയായി നിസ്കാരം കുളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് wudu എടുക്കാനും അതിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാനും ബാക്കി ഇഖാമത്ത് കൊടുക്കാനും ഇങ്ങനെയൊക്കെയുള്ള സമയമൊക്കെ പള്ളിയിലേക്ക് പോകുന്നവനാണെങ്കിൽ പള്ളിയിലേക്ക് എത്താനും പോകാനൊക്കെയുള്ള സമയം, ആ സമയം ഒക്കെ എന്താണ് അവ്വൽ വഖ്തിൽപ്പെട്ട ആ സമയം എടുത്തത് കൊണ്ട് അവ്വൽ വഖ്ത് നഷ്ടപ്പെടുന്നില്ല. അതാണ് സാധാരണ പള്ളികളിലൊക്കെ 1 മണിക്കൂർ 20 മിനിറ്റ് എന്നുള്ള കണക്ക് വെക്കുന്നത്. അതിൻ്റെ അപ്പുറം പിന്തിച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ എന്താ അവ്വൽ വഖ്ത് നഷ്ടപ്പെടും. അവർ അന്ന ഫളീലത്ത് അവ്വൽ വഖ്തി, അവ്വൽ വഖ്തിന്റെ ഫളീലത്ത് തഹ്സുലു അത് ലഭിക്കുന്നതാണ് ബിഷ്തിഗാലിഹി ബി അസ്ബാബി സ്വലാ നിസ്കാരത്തിന്റെ കാരണങ്ങളുമായി ശുഗലാവൽ കൊണ്ട്. ഏതുപോലെ ത്വഹാറത്തിൻ ശുദ്ധീകരണം, വസത്തിരിൻ ഔറത്ത് മറക്കൽ, അവ്വൽ വഖ്തി അവ്വൽ വഖ്തിൽ ഔറത്ത് മറക്കൽ, ത്വഹാറത്ത് തുടങ്ങിയ കാരണങ്ങളുമായി വ്യാപൃതനാവൽ കൊണ്ടും അവ്വൽ വഖ്ത് കിട്ടും. സുമ്മ യുസല്ലിഹ പിന്നെ അവൻ നിസ്കരിക്കണം. അങ്ങനെയാണ് അവ്വൽ വഖ്തിന്റെ സമയം കണക്കാക്കപ്പെടുന്നത്. ഇനി നാലാമത്തെ ഒരു തംബീഹ് പറയാനുള്ളത് നിസ്കാരത്തിന്റെ വഖ്തിനാണോ പരിഗണന കൊടുക്കേണ്ടതല്ല ജമാഅത്തിനാണോ? അതായത് അവ്വൽ വഖ്തിൽ നിസ്കരിച്ച ജമാഅത്ത് കിട്ടൂല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ജമാഅത്ത് കിട്ടാനുണ്ട്. എന്നാൽ അവ്വൽ വഖ്തിൽ നിസ്കരിക്കുന്നതിനേക്കാളും എന്താണ് നിസ്കാരത്തിന്റെ ധാത്തുമായി ബന്ധപ്പെട്ട ആ ജമാഅത്ത് ലഭിക്കുക എന്നുള്ള ആ ഫളീലത്താണ് നമ്മൾ മുന്തിക്കേണ്ടത്. അപ്പോൾ ഒരു വഖ്തിന്റെ പകുതി ആകുമ്പോഴേക്കെങ്കിലും ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം പിന്തിക്കൽ സുന്നത്താണ്. അതേസമയം ഉറപ്പ് തന്നെ ആണെങ്കിൽ പകുതിക്ക് എന്നുള്ള സമയം കണക്കാക്കുന്നില്ല. പകുതി അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്തേക്കാണെങ്കിലും കുഴപ്പമില്ല. ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ ലാസ്റ്റ് സമയത്തേക്കായാലും കുഴപ്പമില്ല. പക്ഷെ സമയം നിസ്കരിക്കാനും കൂടി ടൈമില്ലാത്ത വിധത്തിൽ നിസ്കാരം ഒരു റക്അത്ത് പുറത്തു പോകുന്ന രൂപത്തിൽ ലാസ്റ്റത്തേക്ക് വെക്കാൻ പാടില്ല. നിസ്കാരം വഖ്തിൽ തന്നെ കിട്ടുന്ന രൂപത്തിൽ ആ പിന്തിക്കൽ കുറച്ച് ലാസ്റ്റത്തേക്കായിപ്പോയാലും എന്താവും? പിന്തിക്കൽ സുന്നത്ത് തന്നെയാണ്, ജമാഅത്ത് കിട്ടുന്ന ഉറപ്പുള്ളടുത്ത്. അതേസമയം ജമാഅത്ത് കിട്ടുമെന്ന് ഭാവനയേ ഉള്ളൂ. എന്നാൽ എന്താകാൻ പറ്റില്ല, പകുതി വരെ ജമാഅത്തും പ്രതീക്ഷിച്ച് നിൽക്കാം, വഖ്തിന്റെ പകുതി വരെ. അതിൻ്റെ അപ്പുറത്തേക്ക് ജമാഅത്ത് ഭാവന മാത്രമേ ഉള്ളൂ എങ്കിലും പിന്നെ പിന്തിക്കൽ ശരിയല്ല. അതേസമയം സംശയമുള്ളൂ, ജമാഅത്ത് കിട്ടാനൊരു സാധ്യതയേ ഉള്ളൂ, കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, ഭാവനയുമില്ല. എന്നാൽ പിന്നെ എന്താക്കണ്ട, ജമാഅത്തിനും വേണ്ടിയിട്ട് കിട്ടാൻ സംശയമുള്ള ഒരു ജമാഅത്തിനും വേണ്ടിയിട്ട് അവൻ പിന്തേണ്ട ഒരാവശ്യമില്ല, കാത്തിക്കേണ്ട ഒരാവശ്യമില്ല. അവ്വൽ വഖ്തിൽ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് നല്ലത്. ഇതും കൂടിയാണ് നാലാമത്തെ തംബീഹ്. അന്നഹു യുന്തബു തഅഖീറു സ്വലാത്തി നിസ്കാരം പിന്തിക്കൽ സുന്നത്താക്കപ്പെടും. അവ്വലിൽ വഖ്തി സമയത്തിന്റെ ആദ്യത്തെ വക്തിനെ തൊട്ട്
ലിമൻ തയക്കന ജമാഅത്തൻ അസ്നാഅഹു പകുതിക്ക് ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ളവനിക്ക് വൈം ഫഹുഷത്ത് തഅഖീറു പകുതിക്ക് എന്നല്ല എൻ്റെ ഇടയിൽ ജമാഅത്ത് വക്ത് തീരുന്നതിന് മുമ്പായിട്ട് ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് അവ്വൽ വക്തിനെ തൊട്ട് നിസ്കാരം പിന്തിക്കൽ സുന്നത്താണ്. വൈം ഫഹുഷത്ത് തഅഖീറു ആ പിന്തിക്കൽ അല്പം മോശമാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ മാലം യലിഖിൽ വക്തു സമയം കുടുസാവാത്ത ഇടുങ്ങാത്ത കാലത്തോളം ആ പിന്തിക്കൽ എന്തായി മോശമായാലും ശരി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സമയത്തേക്ക് വെച്ചാലും ശരി ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്തിക്കൽ തന്നെയാണ് സുന്നത്ത്. ചില ആൾക്ക് എന്താവില്ല ജമാഅത്ത് കിട്ടാൻ വേണ്ടി വെഹിക്കൽ മൂലർക്ക് എന്താവുന്നുണ്ടാവും അവളും കിടക്കുന്ന ഒതുർക്കുന്നുണ്ടാവും, അവരെ കാത്തിക്കാൻ വരെ സമയം ഉണ്ടാവില്ല. അങ്ങനെയല്ല പറഞ്ഞത്. എന്ത് വേണം? ഈ അവസാന വക്ത് സമയം വരെ കാത്തു നിന്നാലും ജമാഅത്ത് കിട്ടുമെങ്കിൽ കാത്തിക്കലാണ് അഫ്ദൽ സുന്നത്ത്. ഉറപ്പുണ്ടെങ്കിൽ ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വക്കദാലിമൻ ദന്നഹ ഇപ്രകാരം തന്നെയാണ് ജമാഅത്ത് കിട്ടുമെന്ന് ഭാവനയുണ്ടെങ്കിലും ഉറപ്പല്ല, ഒരു 80% അല്ലെങ്കിൽ 70% എന്താണ് ഭാവനയാണ് അവനിക്കുള്ളത്. അപ്പോൾ ഇദാലം യഫ്ഹശു തഅഖീർ അങ്ങനെയാണെങ്കിൽ ആ പിന്തിക്കൽ മോശമാവാത്ത സാഹചര്യത്തിൽ മോശമാവാത്തപ്പോൾ ബിഹൈസു ലാ യസീദു അലാ നിസ്ഫിൽ വക്തി വക്തിൻ്റെ പകുതിയിൽ കൂടുതൽ ആവാത്ത സ്ഥിതിയിൽ. അപ്പോൾ സമയത്തിൻ്റെ ഉച്ചയ്ക്ക് 4 മണിക്കാണ് ബാങ്കുമെങ്കിൽ എന്താണ് 12 മണി കഴിഞ്ഞിട്ട് എന്താണ് 2-2:30 വരെ പിന്തിക്കാം. അതിൻ്റെ അപ്പുറം പിന്തിക്കുന്നത് ശരിയല്ല, ഭാവന മാത്രമേ ഉള്ളൂവെങ്കിൽ പകുതി വരെ പിന്തിക്കാം. അതും സുന്നത്ത് തന്നെയാണ്. വലാ യുന്തബു തഅഖീറു എന്ന പിന്തിക്കൽ സുന്നത്തില്ല മുത്തലഖൻ. അപ്പോൾ പകുതി വരെ സുന്നത്താണ്, അതിൻ്റെ അപ്പുറം സുന്നത്തില്ല എന്നർത്ഥം. അപ്പോൾ തന്നെയുണ്ടെങ്കിൽ ഇനി വലാ യുന്തബു തഅഖീറു പിന്തിക്കൽ സുന്നത്താവൂല, സുന്നത്താക്കപ്പെടുന്നതല്ല മുത്തലഖൻ നിരുപാധികം. പകുതിയെന്നില്ല ലാസ്റ്റത്തേക്കൊന്നുമില്ല, ഒന്നും അങ്ങനെ ഒന്നും നോക്കുന്നില്ല, തീരെ എന്തില്ല പിന്തിക്കൽ സുന്നത്തില്ല. ലിമൻ ഷക്ക ഫിഹ ആർക്ക് സംശയം ജമാഅത്ത് കിട്ടുമെന്നുള്ള വിഷയത്തിൽ സംശയമുള്ളവർക്ക് അവനക്ക് തീരെ പിന്തിക്കൽ സുന്നത്തില്ല. അവലൊക്കെ സംശയമുള്ളൂ, ഉറപ്പുമില്ല, വന്നുമില്ല, സംശയം മാത്രമുള്ളവനിക്കാണെങ്കിൽ പിന്തിക്കൽ സുന്നത്തില്ല. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക.